ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിലാണ് ചോറ് വെച്ചത്. കുക്കറിലോ ചോറോ? പലർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചോറ് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് 5 നാഴിയുടെ കുക്കറാണ്, 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ആദ്യം തന്നെ വെള്ളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം സാധാരണ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഏത് ലിറ്ററിൻ്റെ കുക്കറാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിലും അതിൽ മുക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളം എടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ നോർമലി അടുപ്പിൽ വെക്കുന്ന പോലെ തിളപ്പിക്കുകയൊന്നും വേണ്ട, ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 3.5 നാഴി അരി, അതായത് ഞാനിവിടെ എടുക്കുന്നത് ഒരു അത്യാവശ്യം ചെറിയ ഗ്ലാസ്, അങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് 3.5 നാഴി എടുക്കുന്നുണ്ട്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ 5 ലിറ്ററിൻ്റെ ഇതിൽ ഏകദേശം ഒരു മൂന്ന് നാഴി 3.5 നാഴിയാണ് നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് വിസിൽ വന്ന് പോകാൻ പാടില്ല, ഒരൊറ്റ വിസിലാണ് വരാൻ പാടുള്ളൂ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാനതിൻ്റെ കറക്റ്റ് വേ ഓഫ് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കുക്കറിൽ അരമണിക്കൂറോട് ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് കുക്കറിനെ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾക്ക് ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ വെക്കണം. എത്ര? അരമണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിക്കുക. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ എടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചു. എന്നിട്ട് ഒരൊറ്റ വിസിൽ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പം എന്നിട്ട് നമ്മളത് തുറക്കാൻ പാടില്ല. ഇതിങ്ങനെ തന്നെ ഒരു 1/4 മണിക്കൂർ നമ്മൾ ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കുക. എന്നിട്ട് മാത്രമാണ് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ചോറ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെന്തു. അപ്പോൾ ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കണം. പച്ചവെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പശ കെട്ടും. അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് 1 or 2 വട്ടം പച്ചവെള്ളം ഒഴിക്കാം നിങ്ങൾക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ പശയൊക്കെ പോയി നല്ല സൂപ്പറായിട്ടുള്ള ചോറ് കിട്ടും. ഒരുപാട് വെന്ത് ഉടയൂല്ല, എന്നാൽ വേവാണ്ട് പോവില്ല. നമ്മൾ നോർമലി അടുപ്പിൽ വെക്കുന്ന ചോറിനെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ കിട്ടും. അരമണിക്കൂറിനോട് ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. കത്തിക്കും വേണ്ട, ഒന്നും വേറെ പരിപാടി ഒന്നും ചെയ്യേണ്ട. ഗ്യാസിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പേരിൽ. അപ്പോൾ നമുക്ക് നല്ല ചോറ് റെഡി ആയിട്ടുണ്ട്, അതും ഒരു അരമണിക്കൂറിൽ കുക്കറിൽ. ഓക്കെ, അപ്പോൾ കുറച്ച് പേരൊക്കെ മാത്രമായിട്ട് താമസിക്കുന്നവർക്ക് ഇത് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്.